ഹലോ സ്റ്റുഡൻസ്, സാലറി എന്നുള്ള ടോപ്പിക്കിലെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഡിഡക്ഷൻ കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സാലറി എന്നുള്ള ഹെഡിൽ നമുക്കറിയാം ലാസ്റ്റ് ഡിഡക്ഷൻസ് ഫ്രം ദ ഗ്രോസ് സാലറി എന്നുള്ള ടോപ്പിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് 16-ൽ. ദറ്റ് ഈസ് 3 ടൈപ്പ് ഓഫ് ഡിഡക്ഷനാണ് നമ്മൾ പറയുന്നത്. ദറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, ഡിഡക്ഷൻ ഫോർ പ്രൊഫഷണൽ ഓർ എംപ്ലോയ്മെൻറ്റ് ടാക്സ്. 3 ഡിഡക്ഷനാണ്. ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് സാലറി 3 ഡിഡക്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. ദറ്റ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും എൻ്റർടൈൻമെൻറ്റ് അലവൻസും ഡിഡക്ഷൻ ഫോർ പ്രൊഫഷണൽ ഓർ എംപ്ലോയ്മെൻറ്റ് ടാക്സ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമ്മൾ പറഞ്ഞു സെക്ഷൻ 16 ക്ലോസ് 1A അനുസരിച്ച് 50,000 ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൊടുക്കുന്നത്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് നമ്മൾ ഗവൺമെൻറ് എംപ്ലോയീസിനാണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് പിന്നെ ലീസ്റ്റ് ആയിട്ടുള്ള 3 എക്സംഷൻ ലിമിറ്റ് പറയുന്നുണ്ട്. അതിൽ ലീസ്റ്റ് ആയിട്ടുള്ളത് ഡിഡക്ഷനായിട്ട് കാണിക്കും. ദറ്റ് ഈസ് ₹5,000 per annum, 20% of basic salary, amount of entertainment allowance actually received. ഇത് 3 ചെറുത് ഏതാണോ നമ്മൾ എന്തായിട്ട് കൊടുക്കും? എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആയിട്ട് കാണിക്കും. ദെൻ പ്രൊഫഷണൽ ടാക്സ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ചാർജ് ചെയ്യുന്ന ടാക്സിനെയാണ് നമ്മൾ പ്രൊഫഷണൽ ടാക്സ് എന്ന് പറയുന്നത്. പ്രൊഫഷണൽ ടാക്സ് സെക്ഷൻ 16 ക്ലോസ് 3 അനുസരിച്ച് നമ്മൾ പ്രൊഫഷണൽ ടാക്സും ഡിഡക്ഷനായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് അറിയാവുന്നൊരു കോൺസെപ്റ്റാണ്, നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫുൾ പ്രോബ്ലം സാലറിയിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. First question, Mr. Pithu is a government employee. His salary details for the previous year 2020-21 are as follows. ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ് ഇയാളുടെ സാലറി ഡീറ്റെയിൽസ് പ്രീവിയസ് ഇയർ 2021 നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇയാളുടെ സാലറി എന്ന് പറയുന്നത് 16,500 per month, ഡിയേർനെസ് അലവൻസ് 6,000 per month, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 1,500 per month. ഇത് വെച്ചിട്ട് നമ്മളോട് കമ്പ്യൂട്ട് ഹിസ് നെറ്റ് ഇൻകം ഫ്രം സാലറി ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2021-22. ഓക്കെ, 2021-22 അതായത് 2021 പ്രീവിയസ് ഇയർ ആണ്, അസസ്മെൻറ്റ് ഇയർ 21-22 ആണ് കേട്ടോ. അപ്പം പ്രീവിയസ് ഇയർ 2021 ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് നമ്മളെടുത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് അയാൾക്ക് സാലറി ഉണ്ട് ഒരു 16,500, ഡിയർനെസ് അലവൻസ് ഉണ്ട് ഒരു 6,000, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉണ്ട് 1,500. ഇത് 3 ഇൻഫർമേഷൻ മാത്രമേ നമുക്കാകെ തന്നിട്ടുള്ളൂ. ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് അയാളുടെ ഗ്രോസ് സാലറി കാണാനാണ് പറഞ്ഞത്. വളരെ സിമ്പിളായിട്ട് ഗ്രോസ് സാലറി അല്ല, അയാളുടെ സാലറി ഇൻകം, ഗ്രോസ് സാലറി കഴിഞ്ഞ് ഡിഡക്ഷനും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്. അപ്പോൾ അയാളുടെ നെറ്റ് ഇൻകം ഫ്രം സാലറി എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതിൽ സൊല്യൂഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇയാളുടെ സാലറി നമുക്കറിയാം 12 മാസത്തേക്കാണ് നമ്മൾ കാണേണ്ടത്. 16,500 per month ആണ് ഇയാൾക്ക് സാലറി വരുന്നത്. അപ്പോൾ 16,500 × 12 ചെയ്ത് കഴിഞ്ഞാൽ 1,98,000 ഇയാളുടെ സാലറി വരും. ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത് 6,000 12 മാസത്തേക്ക് വെച്ചാൽ 6,000 × 12 ദറ്റ് 72,000. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഇയാൾക്കുള്ളത് 1,500 per month ആണ്. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു. അപ്പോൾ 1,500 × 12 ചെയ്ത് കഴിഞ്ഞാൽ ദറ്റ് ഇസ് 18,000. അങ്ങനെ ഇത് 3 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇയാളുടെ ബേസിക് സാലറി 1,98,000, ഡിയർനെസ് അലവൻസ് 72,000, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 18,000, ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എത്ര വരും? 2,88,000. ദെൻ ഇതിൽ നിന്ന് ഡിഡക്ഷൻസ് 2 എണ്ണമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. മീൻസ് സാധാരണ ഡിഡക്ഷനായിട്ട് 3 എണ്ണമാണുള്ളത്. ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, പ്രൊഫഷണൽ ടാക്സ്. ഓക്കെ, അങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുക കേട്ടോ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, പ്രൊഫഷണൽ ടാക്സ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമ്മൾ എല്ലാ അസസീസിനും കൊടുക്കണം. ഇൻകം ഫ്രം സാലറി വരുന്ന എല്ലാ അസസീസിനും നമ്മൾ ഏത് കൊടുക്കണം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൊടുക്കണം. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉണ്ടെങ്കിൽ ഫുള്ളി ടാക്സിബിൾ ആണ്. അപ്പോൾ നമ്മൾ കണ്ടു ഇവിടെ ഇയാളുടെ സാലറിയുടെ കൂടെ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് നമ്മൾ ആഡ് ചെയ്തു. ഇനി അത് ഡിഡക്ഷനായിട്ട് കൊടുക്കുന്നത് ആർക്ക് മാത്രമായിരിക്കും? ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമായിരിക്കും എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഡിഡക്ഷനായിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പ്രൊഫഷണൽ ടാക്സ്, അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി കേട്ടോ. പ്രൊഫഷണൽ ടാക്സ് ക്വസ്റ്റ്യനിൽ പറയുകയാണ് ഇത്ര രൂപ ഇയാൾ പ്രൊഫഷണൽ ടാക്സ് അടച്ചു എന്ന് പറയുകയാണെങ്കിൽ പ്രൊഫഷണൽ ടാക്സ് നമ്മൾ എന്തായിട്ട് കൊടുക്കണം? ഡിഡക്ഷനായിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സാലറി എടുത്തു, ഡിയർനെസ് അലവൻസ് എടുത്തു, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എടുത്തു. ഗ്രോസ് സാലറി വരുന്നത് 2,88,000. ഇതിൽ നിന്ന് 16-ൽ വരുന്ന ഡിഡക്ഷൻസ് മൈനസ് ചെയ്യാം. ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000. നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാണ്? 50,000.
എൻ്റർടൈൻമെൻറ്റ് അലവൻസ് നമ്മളിവിടെ 5000 കുറച്ചത് കണ്ടു. അതെങ്ങനെയാണ് കാണുന്നത്? എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ കാൽക്കുലേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, കാൽക്കുലേഷൻ ഓഫ് ദ എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. അതായത് 3 എക്സംഷനാണുള്ളത്. അതിൽ ചെറുത് ഏതാണോ അതാണ് ഗവൺമെൻറ് എംപ്ലോയീസിന് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആയിട്ട് ഡിഡക്ഷനായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം 3 എണ്ണത്തിൽ ചെറുത് ഏതാണോ അതാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആയിട്ട് ഡിഡക്ഷനായിട്ട് കൊടുക്കേണ്ടത്. അതിലേതൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ 20% ഓഫ് സാലറി. 20% ഓഫ് സാലറി എന്ന് പറയുന്നത് എത്രയാണ്? 1 lakh, അവിടെ 90 അല്ല 98 ആണ് കേട്ടോ. 1,98,000ൻ്റെ 20% എന്ന് പറയുന്നത് 39,600. ഇയാളുടെ സാലറി 1,98,000 അല്ലേ? അപ്പോൾ സാലറി 1,98,000ൻ്റെ 20% ഒരു ലിമിറ്റ്. ആക്ച്വൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് റിസീവ്ഡ് 18,000 ആണ് ഇവിടെ കിട്ടിയത് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. അത് 5,000, മോണിറ്ററി ലിമിറ്റ് 5,000. ഇതിലേതാണോ ചെറുത് അതാണ് നമ്മൾ എന്തായിട്ട് കൊടുക്കുക? എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ 20% ഓഫ് സാലറി, ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് 5,000 പെർ annum വിച്ച് എവർ ഇസ് ലെസ്. അപ്പോൾ 20% ഓഫ് സാലറി, ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് 5,000 പെർ annum വിച്ച് എവർ ഇസ് ലെസ്. അപ്പോൾ അതിലേതാ എടുക്കേണ്ടത്? ചെറുത് ഏതാ വരുന്നത്? 5,000 പെർ annum. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? എൻ്റർടൈൻമെൻറ്റ് അലവൻസ് അവിടെ മേലെ 5,000 കാണിച്ചത്. അപ്പോൾ രണ്ടും കൂടെ എത്ര ഡിഡക്ഷൻ വന്നു? 55,000 ഡിഡക്ഷൻ വന്നു. 2,88,000ൽ നിന്ന് 55,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻസ് വരുന്നത് 2,33,000. 2,33,000. ഇതാണ് എന്ത്? ഇയാളുടെ നെറ്റ് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ട് ദ ഇൻകം ഫ്രം സാലറി ഓഫ് മിസ്റ്റർ റഹന, ആൻ എംപ്ലോയി ഓഫ് എ ലിമിറ്റഡ് കമ്പനി. ഒരു ലിമിറ്റഡ് കമ്പനിയിലെ എംപ്ലോയി ആണ് കേട്ടോ. ഓഫ് കാൺപൂർ for the assessment year 2021-22 from the following particulars. Basic salary 8,000 per month. Basic salary 8,000 per month. Dearness allowance 2,000 per month. Dearness allowance enters into retirement benefit as per the terms of the employment. Bonus 8,000 per annum. Bonus 8,000 per annum. Then rent-free accommodation provided by the employer. The fair rental value of the house, which is 20,000 per annum. And the cost of furniture provided there is 10,000. നമുക്കറിയാം റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ RFA ഒരു പെർക്വിസിറ്റ് ആണ് നമുക്കറിയാം. RFA പ്രൊവൈഡ് ചെയ്യുന്നത് എത്രയാണ്? ഫെയർ റെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത് 20,000 ആണ്. അതിൽ കോസ്റ്റ് ഓഫ് ഫേർണിച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത് there is 10,000. ദെൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഇവിടെ ഉണ്ട്. പക്ഷേ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഇവിടെ ഫുള്ളി ടാക്സബിൾ ആണ്. കാരണം ഇതൊരു ലിമിറ്റഡ് കമ്പനിയിലെ എംപ്ലോയി ആണ്. അതായത് ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ് നമ്മളടുത്ത് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഇവിടെ എന്താണ്? ഫുള്ളി ടാക്സബിൾ ആണ്. പിന്നെ ഡിഡക്ഷൻ ആയിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 500 പെർ മന്ത് ഉണ്ട്. കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് ഇയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് 15,000 per annum. സാലറിയുടെ കൂടെ ഒന്നും കാട്ടണ്ട, കാരണം എന്താ വെച്ചാൽ ഇത് ഡിഡക്ഷനാണ്. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട് 15,000 per annum. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ 12% പാടുള്ളൂ. ഓക്കെ, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എത്ര ശതമാനമേ പാടുള്ളൂ? 12% പാടുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ ഇവിടെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് മൈനസ് ചെയ്യണം. ദെൻ ഇൻട്രസ്റ്റ് ഓൺ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ബാലൻസ് അറ്റ് 9.5%, ദറ്റ് ഈസ് 1,900. ഇൻട്രസ്റ്റ് നമുക്കറിയാം 9% വരെ എക്സംപ്റ്റഡ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. Then free use of a large motor car for both official and personal purpose. Drivers is also provided for the employer. Large car ആണ് കേട്ടോ. അപ്പോൾ ലാർജ് കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 1.6 ലിറ്റർ കപ്പാസിറ്റി എബവ് വരുന്ന കാറിനെയാണ് ലാർജ് കാർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 2,400 നമ്മൾ എടുക്കേണ്ടത്. 2,400 എടുക്കേണ്ടത്. അതായത് ഓൺഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ ദ എംപ്ലോയർ എന്നുള്ള കോൺസെപ്റ്റിൽ 2,400 നമ്മൾ എടുക്കുന്നു. പ്ലസ് ഡ്രൈവറുടെ സാലറി 900 അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ വായിച്ചു നമ്മൾ കോൺസെപ്റ്റുകളൊക്കെ നമുക്ക് ക്ലിയർ ആയി. അവിടെ നമ്മൾ കോൺട്രിബ്യൂഷൻ ഓഫ് RPF നമ്മൾ നോക്കണം. RPFിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 15,000 രൂപയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കണം,
6,000 ഇയാളുടെ സാലറി വരുന്നത്. അതിൻ്റെ 12% എത്രയാണെന്നുള്ളത് നോക്കുക. 96,000-ൻ്റെ 12% എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് അത് ഈ പറഞ്ഞ എത്രയാണോ എമൗണ്ട് വരുന്നത് 15,000. 15,000-ൽ കൂടുതൽ 15,000-ൽ കുറവാണെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസ് ബാക്കി വരുന്നത് ടാക്സബിളാണ്. കാരണം 12% വരെയല്ലേ എക്സംപ്റ്റഡ് ഉള്ളൂ. 12%-ൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എന്താണ്? ടാക്സബിളാണ്. അപ്പോൾ അത് നമ്മൾ നോക്കണം കേട്ടോ. ഓക്കെ, അപ്പം നോക്കാം നമുക്ക് എങ്ങനെയാണ് സൊല്യൂഷൻ ചെയ്യുന്നത് എന്ന്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ സാലറി എത്രയാണ് വരുന്നത്? സാലറി വരുന്നത് 8,000 ആണ് വരുന്നത്. അപ്പോൾ 8,000 × 12 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 96,000 വരും. ദെൻ അപ്പോൾ 8,000 × 12 അതിൻ്റെ ബ്രാക്കറ്റിൽ നിങ്ങൾ കാണിക്കണം കേട്ടോ. സാലറി 8,000 × 12 ദറ്റ് ഈസ് 96,000. ഡിയർനെസ് അലവൻസ് 24,000 ഇൻറ്റു ദറ്റ് ഈസ് ഡിയർനെസ് അലവൻസ് നമ്മുടെ അടുത്തോടെ പറയുന്നത് 2,000 × 12 ദറ്റ് ഈസ് 24,000. ബോണസ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട് 8,000 പെർ annum ആണെന്ന്. അപ്പോൾ 8,000 അതേപോലെ എടുത്തു. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 500 × 12 ദറ്റ് ഈസ് 6,000. ഓക്കെ, ദെൻ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% ദറ്റ് ഈസ് 600. അതായത് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 500-ൽ നമ്മളെടുത്ത് മീൻസ് 15,000-ൽ 15,000 എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 12%-ൽ കൂടുതലാണ് 15,000 വന്നിരിക്കുന്നത്. അത് 13% വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാലൻസ് വരുന്നത് നമ്മൾ എന്ത് ചെയ്യുക? എക്സസ് ആയിട്ട് വരുന്നതാണ് ഒരു 600. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ എത്ര ശരിക്കും എത്ര വരുന്നുള്ളൂ? 12% എന്ന് പറഞ്ഞാൽ 9,600-ൻ്റെ 96,000-ൻ്റെ 12% എന്ന് പറഞ്ഞാൽ പിന്നെ 14,400 വരുന്നുള്ളൂ. 14,400 ഇവിടെ 15,000 കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 14,400-ഉം 15,000-ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 600 രൂപ. അത് നമ്മൾ എടുത്തു. ദറ്റ് ഈസ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% എന്ന് പറഞ്ഞിട്ട് 600 എടുത്തു. വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എന്തൊക്കെ എടുക്കണം എന്നുള്ളത്. 15% ഓഫ് സാലറിയാണ്. 15% ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ 1,34,000 വരും. എല്ലാ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉൾപ്പെടെ വരുന്നത് എത്രയാണ്? 1,34,000 ആണ്. 1,34,000-ൻ്റെ 15% ആണ് നമ്മൾ എടുക്കേണ്ടത്. 1,34,000-ൻ്റെ 15% എന്ന് പറഞ്ഞാൽ 20,100. 10,000 രൂപയുടെ ഫേർണിച്ചർ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത്. നമ്മൾ 10% കാസ്റ്റ് ഓഫ് ഫേർണിച്ചർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദറ്റ് ഇസ് 1,000. അപ്പോൾ ടോട്ടൽ വരുന്നത് 21,100. കാറ് ലാർജ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ലാർജ് കാറ് ദറ്റ് ഇസ് 2,400 ആണ് ലാർജ് കാറാണെങ്കിൽ വരുന്നത്. അപ്പോൾ 2,400 + 900 ഡ്രൈവറുടെ സാലറി. അത് ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞാൽ 39,600. അങ്ങനെ ഇവിടെ ഗ്രോസ് സാലറി എത്ര വരുന്നുണ്ട്? 1,95,300. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോസ് സാലറി വരുന്നത് 1,95,300. അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കുക. ഇവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കൊടുക്കൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഗവൺമെൻറ് എംപ്ലോയി അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് മാത്രം ഡിഡക്ഷനായിട്ട് കാണിക്കും. അല്ല, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആദ്യം ടാക്സിബിൾ ആണ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് പിന്നെ ഡിഡക്ഷനായിട്ട് കാണിക്കുന്നില്ല. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ദാറ്റ് ഇസ് 50,000. 1,95,300-ൽ നിന്ന് 50,000 പോയി കഴിഞ്ഞാൽ ബാക്കി 1,45,300. ഓക്കെ, അതാണ് ഇയാളുടെ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്. സിമ്പിളായിട്ടുള്ള 2 പ്രോബ്ലംസ് ആണ് വർക്കൗട്ട് ചെയ്തത്. നോക്കുക, ഡൗട്ട് വരുന്നത് ചോദിക്കുക. ഓക്കെ.